നാച്ചുറലായിട്ട് നമ്മൾ ഏറ്റവും നല്ല സ്ഥലത്തുനിന്ന് പാടത്തുനിന്നും പറമ്പിൽ നിന്നും അങ്ങനെയുള്ള സ്ഥലത്തു നിന്നാണ് കൂടുതലായിട്ട് നമ്മൾ മരുന്നുകളെല്ലാം പറിച്ച് ഔഷധക്കഞ്ഞി റെഡിയാക്കുന്നത്. ഇത് 7 ദിവസം കഴിക്കുന്നവരുണ്ട്, 14 ദിവസം കഴിക്കുന്നവരുണ്ട്, 21 ദിവസം കഴിക്കുന്നവരുണ്ട്, കർക്കിടക മാസം മൊത്തം കഴിക്കുന്നവരുണ്ട്. ഞാൻ കർക്കിടക മാസം മൊത്തം കഴിക്കുന്ന ഒരാളാണ്. ഔഷധക്കഞ്ഞി ഞാൻ അത്യാവശ്യക്കാർക്ക് ഔഷധക്കഞ്ഞി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ്. പ്രമേഹം, പാമ്പ് കടിയൊക്കെ ഏറ്റ് അതിനൊക്കെ ഉള്ള ഒരു ഔഷധ ചെടിയാണ്. ആനേഡിയൻ എന്നാണ് ഇതിന് പറയുന്നത്. ഇത് നമ്മൾ ഔഷധക്കഞ്ഞിയിൽ ചേർക്കുന്ന ഒരു പ്രധാന ഔഷധ ചെടിയാണ്. ചെറുപയറയാണ്. ഇത് പാടത്തും പറമ്പിലുമൊക്കെ നമുക്ക് ധാരാളമായി കിട്ടുന്ന ഒരു ഔഷധ ചെടിയാണ്. നമ്മൾ ഔഷധക്കഞ്ഞിയിൽ ഇതും നല്ല ഇതായിട്ട് എല്ലാം കൂടെ അരച്ച് നല്ലതായിട്ട് നമ്മൾ ചേർത്ത് കഞ്ഞി ഉണ്ടാക്കും. കാട്ടിയെത്തി പറിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് തോട്ടിലും വെള്ളത്തിലും ഒക്കെ ഇറങ്ങി പഠിക്കുന്നത്. ഇത് നമുക്ക് ഔഷധക്കഞ്ഞിയിൽ ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. വേരോട് കൂടി ആണ് പറിക്കേണ്ടത്. നിലനാരകം എന്ന് പറയും. ഇത് ചുണങ്ങ്, സന്ധിവേദന അങ്ങനെയുള്ള ഓരോ ഏറ്റവും ഔഷധപ്രദമായ ഒരു ആയുർവേദ മരുന്നാണ് നിലനാരകം. ഇത് നമ്മൾ സമൂലം അരച്ച് പിഴിഞ്ഞ് ഔഷധക്കഞ്ഞിയിലിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സസ്യമാണ്. കല്ലുരുക്കി നമ്മൾ വേരോട് കൂടി പറിച്ചെടുക്കും. ഇത് സമൂലം അരച്ച് പാലിനകത്ത് ചേർത്ത് നമ്മൾ ഇത് കുടിച്ചാൽ മൂത്രത്തിൽ കല്ലൊക്കെ മാറുന്ന ഒരു ഔഷധ ചെടിയാണ്. ഇത് കിഴാർനെല്ലി. ഇത് നമ്മൾ മഞ്ഞപ്പിത്തത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഔഷധ ചെടിയാണ്. ഇത് നമ്മൾ ഔഷധക്കഞ്ഞിയിലും ധാരാളമായി ചേർക്കുന്ന ഒരു ഔഷധ ചെടിയാണ്. ഇത് കൊടവനാണ്. നമ്മൾ ഔഷധക്കഞ്ഞിയിലൊക്കെ ധാരാളമായിട്ട് ഇടുന്നതാണ്. വാദസംബന്ധമായ അസുഖങ്ങൾക്കും ഒക്കെ ഇത് ഒത്തിരി ഫലപ്രദമാണ്. ഇതിൻ്റെ ജലാംശം കൂടുതലായിട്ടുള്ള ഒരു ഔഷധ ചെടിയാണ് കൊടവൻ എന്ന് പറയുന്നത്. ഇത് നിലപ്പനയാണ്. ഇതിൻ്റെ കായോടുകൂടിയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇത് ആർത്തവം ഒക്കെ ഉള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒത്തിരി നല്ലൊരു ഔഷധ ചെടിയാണ്. ഇത് ദശപുഷ്പത്തിലുള്ളതാണ്, നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇത് നമ്മൾ ഔഷധക്കഞ്ഞിയിലും ഒക്കെ ചേർക്കുന്ന ഒരു നല്ല സസ്യം. ഇത് മുയൽച്ചെവീനാണ്. ഇത് നമ്മൾ തൊണ്ടവേദനയ്ക്കും ഒക്കെ നമ്മൾ അരച്ച് ഇടും. ഇതിൻ്റെ നീരൊക്കെ എടുത്ത് നമ്മൾ വരട്ടും. ഉപ്പും വെളുത്തുള്ളിയും ഇതെല്ലാം കൂടി സമൂലം അരച്ച് നമ്മൾ ഇതെടുക്കാമെങ്കിൽ മുയൽച്ചെവീൻ കാലിലൊക്കെ മുറിവ് വരുമ്പോഴൊക്കെ നല്ല ഇതായിട്ട് ഇട്ട് അത് നല്ലോണം ഉണങ്ങി വരുന്നതാണ്. മുള്ളൊക്കെ കയറി കഴിഞ്ഞാൽ ഈ മുള്ള് ഇത് പിഴിഞ്ഞ് ഇതിൻ്റെ നീരും എല്ലാം കൂടെ വെച്ച് കഴിഞ്ഞാൽ മുള്ള് തന്നെ ഊരിപ്പോരും. പണ്ട് കാലത്ത് അത് മുക്കുറ്റി, ദശപുഷ്പത്തിലുള്ള ഒരു എടുക്കുന്ന ഒരു ചെടിയാണ് മുക്കുറ്റി. ഇതിന് നല്ല മഞ്ഞ കളർ പൂവൊക്കെ ഉണ്ട്. ഇത് നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി അമ്മമാർക്ക് വയറ് കുറയാനും പിന്നെ ബ്ലഡൊക്കെ ശുദ്ധീകരിക്കാനും ഒക്കെ നല്ല ഒരു ഔഷധ ചെടിയാണ് മുക്കുറ്റി. ഇത് നമ്മൾ ഔഷധക്കഞ്ഞിയിലൊക്കെ ധാരാളമായി ഉപയോഗിക്കുന്ന ഒരു ഔഷധം. മുത്തങ്ങയാണ്. പണ്ടൊക്കെ ഇതിൻ്റെ കിഴങ്ങ് ഇതൊക്കെ ഒത്തിരി നമുക്ക് കിട്ടാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ അന്യം നിന്ന് പോണ ഒരു സസ്യമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ചെറിയ പൊടി കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ കുറുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കണ്ണങ്കായുടെ ഒക്കെ കൂടെ ഇതിൻ്റെ കായും കൂടെ ഇട്ട് ഇതിൻ്റെ കിഴങ്ങും കൂടെ ഇട്ട് നമ്മൾ പൊടിച്ചിട്ട് കുറുക്കൊക്കെ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. ഇത് കുറുന്തോട്ടി. നമ്മൾ ആയുർവേദ ഇതിനൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഔഷധ ചെടിയാണ്. ഇതിൻ്റെ വേരും ഇതിൻ്റെ തൊലിയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മരുന്ന് കഞ്ഞിക്കും ഒക്കെ. പിന്നെ വാദത്തിനൊക്കെ നമ്മൾ ഞവരക്കിഴി ഇതിനൊക്കെ ഈ കുറുന്തോട്ടി വേരിൻ്റെ ഇതിൽ വെള്ളം തിളപ്പിച്ചിട്ടാണ് ഞവരക്കിഴി അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഔഷധക്കഞ്ഞിക്ക് ഇതിൻ്റെ വേരും ഇതിൻ്റെ തൊലിയും ഒക്കെയാണ് എടുക്കുന്നത്. ഇത് മുറിച്ചെടുത്തിട്ട് ഔഷധക്കഞ്ഞിയിൽ ഉപയോഗിക്കുന്നത്. ഇതാണ് കൊടുത്തുവ. എൻ്റെ കൈ ചൊറിയും തൊട്ട് കഴിഞ്ഞാൽ അത് കാരണം ഞാൻ ഇച്ചിരി മയത്തിലാണ് പിടിക്കുന്നത്. ശരീരത്തിലെ കൊഴുപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പോവാനായിട്ട് ഉപയോഗിക്കുന്നൊരു സസ്യമാണിത്. ഔഷധക്കഞ്ഞി ചേർക്കും. ഇത് പുല്ലാന്തിയാണ്. ഇത് ഉദര സംബന്ധമായ അസുഖങ്ങൾക്കും ഒക്കെ ഇത് നമ്മൾ ഇതിൻ്റെ ഇല അരച്ച് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഔഷധക്കഞ്ഞിയിലും നമ്മൾ ചേർക്കുന്ന ഒരു ഔഷധ ചെടി. ഇതാണ് സീതാർമുടി എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു വൈറ്റ് പൂവൊക്കെ ഉണ്ട്, നല്ല ഇതായിട്ട്. ഇത് മുടി കൊഴിച്ചിൽ, താരൻ അങ്ങനെയുള്ള ഒത്തിരി ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഔഷധ ചെടിയാണ്. ഇതാണ് തിരുതാളി എന്ന് പറയുന്നത്. ഇത് നമുക്ക് പ്രാണികളൊക്കെ കടിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് വിഷാംശങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിത്
ഉപയോഗിച്ചാണ് പണ്ട് കാലത്തൊക്കെ നമ്മൾ ഉപയോഗിക്കാറ്. ഇത് വടയിറ്റ തൊട്ടാവാടി എന്ന് പറയും. നമ്മൾ ചുവടെ പറിച്ചെടുക്കുന്നത്. ഇത് ഔഷധ ഗുണം ഏറെയുള്ളൊരു സസ്യമാണ്, ചെടിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്ന ചെടിയാണ്. വള്ളിപ്പാണലാണ്. ഇത് നമ്മൾ ഔഷധ കഞ്ഞിയിൽ ചേർക്കുന്ന ഒരു സസ്യമാണ്. ഇത് ബ്രഹ്മിയാണ്. ഇത് നമ്മൾ ദിവസവും കഞ്ഞിയിൽ ഇട്ട് എടുക്കുന്ന സാധനമാണ്. ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ബുദ്ധിയൊക്കെ ഉണ്ടാവാനും ഓർമ്മശക്തി നിലനിർത്താനും ഒക്കെ ഏറ്റവും നല്ല ഒരു ഔഷധ ചെടിയാണ്. ഇത് നമ്മളിങ്ങനെ ഇത് അടത്തിയെടുത്തിട്ടാണ് ഇടിച്ചു പിഴിഞ്ഞ് നീരൊക്കെ എടുത്ത് നമ്മൾ ഇത് റെഡിയാക്കണത് കഞ്ഞി. ഇത് കറ്റാർവാഴയാണ്. ഇത് നമ്മൾ കഞ്ഞിയിലൊക്കെ ചേർക്കുന്നതാണ്. പിന്നെ ഇത് നമ്മൾ തലമുടിയൊക്കെ ഉണ്ടാവാനായിട്ട് എണ്ണ കാച്ചി ഇതരച്ച് എണ്ണയിലിട്ട് നമ്മൾ എണ്ണ കാച്ചിട്ട് തലയിലൊക്കെ തേക്കും. താരന് തലമുടിയുടെ ഓരോ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് എണ്ണ കാച്ചി തലയിൽ തേച്ചാൽ ഇത് നമ്മൾ കഞ്ഞിയിലും ഉപയോഗിക്കാറുണ്ട്. കൃഷ്ണ തുളസിയാണിത്. ഇതും നമ്മൾ ഔഷധ കഞ്ഞിയിൽ വേരോട് കൂടി ചേർക്കണ ഒരു മാല കെട്ടാനും അമ്പലത്തിലൊക്കെ ഭഗവാന്മാർക്ക് മാല കെട്ടാനും എല്ലാം ഉപയോഗിക്കും. പിന്നെ നമുക്ക് ചുമ, ജലദോഷം ഇതൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ കുരുമുളക്, ചുക്ക് ഇതൊക്കെ ഇട്ട് വെള്ളം തിളപ്പിക്കുമ്പോൾ ഈ തുളസി ഇലയും എല്ലാം കൂടെ കൂട്ടിയാണ് നമ്മൾ വെള്ളം തിളപ്പിച്ച് ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നത്. ഇത് പേരയുടെ ഇലയാണ്. ഇത് നമ്മൾ ഔഷധ കഞ്ഞിയിൽ ഉപയോഗിക്കുന്നതാണ്. ഇത് നമ്മൾ തൊണ്ടവേദന, ചുമ ഇതൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കുന്നതിനകത്ത് ഉപയോഗിക്കുകയും ചെയ്യും. നമ്മൾ ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നതാണ്. ജലദോഷം, പനി ഇതൊക്കെ വന്നു കഴിയുമ്പോൾ ഇത് ടേസ്റ്റും ഉണ്ട്. കഞ്ഞിയിലിട്ടാൽ ഔഷധ ഗുണങ്ങളും കൂടുതലുണ്ട്. ഉലുവയും ആശാലിയും കൂടെ നമ്മൾ വെള്ളത്തിലിടും. നമ്മൾ അരി ഇടുന്നതിൻ്റെ പകുതി ഉലുവ ഇട്ടാൽ മതി, അതിൻ്റെ പകുതി ആശാളി നമ്മളിട്ടാൽ മതി. എന്നിട്ടത് നമ്മൾ കഴുകിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് അരി വേകുമ്പോൾ അതിൻ്റെ ഒപ്പം ഇട്ട് വേവിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് നല്ലപോലെ 12 മണിക്കൂർ കുതിരണം. കുതിർന്നിട്ടാണ് നമ്മൾ റെഡിയാക്കണത് കഞ്ഞി. നമ്മുടെ ആശാളിയും ഉലുവയും നല്ലതുപോലെ കുതിർന്ന് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് അരി വേവുന്ന കൂടെ അരി ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ ആശാളിയും ഉലുവയും കൂടെ ഇട്ട് വേവിച്ച് നമുക്ക് റെഡിയാക്കാം.
നമ്മളിത് നേരത്തെ ഞവരേരിയാണ് നമ്മൾ ഔഷധക്കഞ്ഞിക്കായിട്ട് ഉപയോഗിക്കുന്നത്. അത് ഔഷധ ഗുണങ്ങൾ ഏറെയുള്ള അരിയാണ് ഞവര. കഴുകിയെടുത്ത ഞവരേരി നല്ലതുപോലെ നമ്മൾ അടുപ്പത്തിടുവാണ്. പകുതി വേവായിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം അരച്ച് വെച്ച പിഴിഞ്ഞു വെച്ച ഔഷധ മരുന്ന് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിനകത്ത് കിടന്ന് ശരിക്കും സെറ്റാവണം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് തേങ്ങാപ്പാലിനകത്ത് കിടന്ന് നല്ലതുപോലെ വെന്ത് കഞ്ഞിക്ക് നല്ല ടേസ്റ്റ് ആവും. തേങ്ങയ്ക്കകത്ത് ഉണ്ടാക്കിയിട്ട് കിടന്ന് നവധാന്യങ്ങളെ കൂടെ ചേർത്താണ്. ഇന്തുപ്പ് ചേർത്ത് കൊടുക്കും. നെയ്യ് ഒഴിച്ച് ചൂടോടുകൂടി നമുക്ക് കഴിക്കാം. ഇപ്പോൾ നമ്മുടെ ഔഷധക്കഞ്ഞി റെഡിയായി. ചൂടോടുകൂടി കഴിക്കാം.